ഹായ് എവരി വൺ, ഞാൻ രമേശ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ചൈനീസ് വാഹന കമ്പനിയായ BYD മോട്ടോഴ്സിൻ്റെ സീൽ എന്ന് പറഞ്ഞ ഒരു സെഡാനാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് 2 സ്ലോട്ടുകളായിട്ടാണ്. അത് 2 LED ആണ്. അതിന് താഴെ ഇവിടെ താഴത്തേക്ക് ഇറങ്ങി നിൽക്കുന്നൊരു LED ഡേ ലൈറ്റ് ഉണ്ട്. ഇതും ഈ ഒരു ഭാഗങ്ങളും ഈ ലൈനായിട്ടുള്ള ഭാഗങ്ങളും ഇതും ഡേ ലൈറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ്. ഈ ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഡേ ലൈറ്റൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണത്. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഒരു ബ്ലാക്ക് ഫിനിഷ്, ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഭാഗം മാത്രമായിട്ട് തോന്നുള്ളൂ. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ലൈറ്റ് ഉണ്ട്. താഴെ ഒരു എയർ ഡാം അവിടെ ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സെൻസർ വന്നിട്ടുണ്ട്. ബമ്പറിൻ്റെ ഏറ്റവും മുകളിലായിട്ട് BYD മോട്ടോഴ്സിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ബോണറ്റിൽ 2 ക്യാരക്ടർ ലൈൻ വന്നിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു അലോയ് വീലാണ് ഈ വാഹനത്തിൻ്റെ. ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് വന്നിട്ട് 235/45 R19 ആണ്. വിത്ത് ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. വളരെ വലിയൊരു വീലാർച്ചാണ്. അതിനകത്ത് ഈ 19 ഇഞ്ച് ടയർ നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയുണ്ട്. അതുപോലെ ഇവിടെ BYD ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വശക്കാഴ്ചയിൽ അങ്ങനെ ഒരു ബോഡി ലൈൻ ഇവിടുന്ന് പോകുന്നുണ്ട്. വളരെ ഭംഗിയുള്ളൊരു ബോഡി ലൈനാണ്. അതുപോലെ താഴെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അത് ഈ കാറിന് നമ്മൾ വശക്കാഴ്ച എന്ന് വളരെ ഒരു പ്രത്യേക ഭംഗി സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ ഡ്യുവൽ ടോണിലാണ് മിറർ വന്നിട്ടുള്ളത്. മിററിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാമറ വന്നിട്ടുണ്ട്. പിന്നെ ബോഡിയോട് ചേർന്നിരിക്കുന്ന ഡോർ ഹാൻഡിൽസ് ആണ്. നമുക്ക് മാനുവലായിട്ടും അതുപോലെ നമുക്ക് കീലും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വാഹനത്തിൻ്റെ A പില്ലർ B പില്ലറൊക്കെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. വളരെ ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഈ വാഹനത്തിൻ്റെ. പിന്നെ ഇവിടെ ചാർജിങ് പോയിന്റ് വന്നിട്ടുണ്ട്. അതുപോലെ പുറകിൽ നിന്നുള്ള കാഴ്ചയിലും വളരെ ഭംഗിയുള്ളൊരു വാഹനമാണ്. വളരെ നന്നായിട്ട് BYD ഇതിൻ്റെ പുറകുവശം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഒരു സ്പോർട്ടി ഫീൽ തരുന്ന രീതിയിലാണ് ഇതിൻ്റെ ബാക്ക് വശം അവർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എൻ്റെ പുറകുവശത്തു നിന്ന് ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ടെയിൽ ലാമ്പ് വന്നിട്ടുള്ളത്. വളരെ ഭംഗിയിലാണ്. ടെയിൽ ലാമ്പിൻ്റെ ഉള്ള ഒരു ഡയമണ്ട് കട്ട് ഡിസൈൻ വന്നിട്ടുണ്ട്. അതിൽ BYD ടെക് എന്നുള്ളൊരു അവരുടെ ഒരു റൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ EB ഓൾ വീൽ ഡ്രൈവിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ ടെയിൽ ലൈറ്റിൻ്റെ മൊത്തത്തിലുടനീളത്തിലൊരു ക്രോമിയം ലൈന് പോയിട്ടുണ്ട്. സെൻറ്ററിൽ BYDയുടെ ലോഗോ വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ BYD സീൽ 3.8S എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ബമ്പറിൻ്റെ ഇവിടെ ഒരു എയർ ഇൻടേക്ക് പോലെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ റിവേഴ്സ് ലൈറ്റിംഗ് വന്നിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ബാക്കിലെ ബമ്പർ വളരെ സ്പോർട്ടി ആയിട്ടാണ്, കുറച്ച് കട്ടുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ പുറകിൽ 3.8 സെക്കൻഡ് കൊടുത്തുള്ള ബാഡ്ജിങ്. ഈ വാഹനം 100 കിലോമീറ്റർ എടുക്കാൻ വെറും 3.8 സെക്കൻഡേ ആവശ്യമുള്ളൂ ഈ വാഹനത്തിന്. അത്രയും പവർഫുള്ളായിട്ടുള്ള എഞ്ചിനാണ്. അതായത് ഒറ്റ ചാർജിങ്ങിൽ 520 കിലോമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ കമ്പനി അവകാശപ്പെടുന്നത്. ഇത് ഒരു ഡ്യുവൽ ടോണിലുള്ള വാഹനമാണ്. ഇതിൻ്റെ റൂഫ് വന്നിട്ട് ബ്ലാക്ക് കളറാണ്.
ബാക്കിയെല്ലാം വൈറ്റ് തന്നെയാണ്. ഇതിൻ്റെ സിംഗിൾ ടോൺ വെർഷനും ഒക്കെ അവൈലബിൾ ആണ്. ഈ വാഹനം 5 നിറങ്ങളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളീ കാണുന്ന വൈറ്റ്, അതുപോലെ ബ്ലാക്ക്, ബ്ലൂ, ഗ്രേ, സ്മോക്ക് ഗ്രേ എന്നിങ്ങനെയുള്ള 5 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പറഞ്ഞ കളറുകളിലെല്ലാം ഡ്യുവൽ ടോണും അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് BYD സീലിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. അതൊരു ഗ്രേ ബ്ലാക്ക് 2 നിറത്തിൽ ഡ്യുവൽ ടോണിൽ വളരെ ഭംഗിയുള്ള ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ് ഈ വാഹനത്തിന്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവിംഗ് സീറ്റാണ്. അതുപോലെ വളരെ തൈ സപ്പോർട്ടും ബാക്ക് സപ്പോർട്ടും ഒക്കെ ഉള്ള ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഡ്രൈവിംഗ് സീറ്റാണ്. മുൻനിര സീറ്റുകൾ അങ്ങനെയാണ്. ഡ്രൈവിംഗ് സീറ്റ് മാത്രമല്ല, തൊട്ടപ്പുറത്തുള്ള സീറ്റും അങ്ങനെ തന്നെയാണ്. വളരെ ഭംഗിയുള്ളൊരു ഇൻറ്റീരിയറാണ്. ഇങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീല് വരുന്നത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. വളരെ ഭംഗിയുള്ളൊരു ഡ്യുവൽ ടോൺ സ്റ്റിയറിംഗ് വീലാണ്. ഒരു മാറ്റ് ഫിനിഷ് ബ്ലാക്ക്, അതുപോലെ ഗ്ലോസി ഫിനിഷ് ബ്ലാക്ക്, ആ ഒരു കളർ തീമിലാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ ചെയ്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീലിൽ തന്നെ എല്ലാവിധ കൺട്രോളുകളും കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗിൻ്റെ മധ്യത്തിൽ BYDയുടെ ഒരു ലോഗോ, ഒരു 3D ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. 2 ടച്ച് സ്ക്രീനുകളാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഡ്രൈവർക്ക് വേണ്ടി സ്റ്റിയറിംഗിൻ്റെ തൊട്ട് പുറകിലായിട്ട്, അതുപോലെ ഇവിടെ ഇൻഫോർടൈൻമെൻറ്റിൻ്റെ എല്ലാ കൺട്രോളുകളിലും 14 ഇഞ്ച് വലിയൊരു ടച്ച് സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഈ ഒരുവിധം എല്ലാവിധ ഈ വാഹനത്തിൻ്റെ കൺട്രോളുകളും ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് ഈ വാഹനത്തിൻ്റെ. ഡാഷ്ബോർഡിൽ തന്നെ ഒരു ബ്ലൂ ലൈന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ഇലക്ട്രിക്കിൻ്റെ ആ ഒരു ഇതിനെ സൂചിപ്പിക്കുന്നതാണ്. വളരെ ഭംഗിയായിട്ടുണ്ടത്. പിന്നെ ഈ ഒരു ഡിസൈൻ ഈ ഡോറിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന ഒരു രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഡോർ പാഡിലും അതുപോലെ ഡാഷ്ബോർഡിലും ഒക്കെ ഒരു 2 രീതിയിലുള്ള ഇൻറ്റീരിയർ ലൈറ്റിംഗ് ആണ്. ഒരു ബ്ലൂ, അതുപോലെ ഒരു ഗ്രീൻ ലൈറ്റിംഗ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കൂടെ കാണാം. ഒരു ബ്ലൂ തെളിയുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്രീനും വരുന്നുണ്ട്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. രാത്രിയിലാണ് നമുക്കത് കൂടുതലായിട്ട് വിസിബിൾ ആവുന്നത്. ഈ വാഹനത്തിൻ്റെ സെൻട്രൽ കൺസോളാണ് വളരെ ഭംഗിയുള്ള ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതും ഒരു ഡ്യുവൽ ടോണിലാണ്, ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ്. അതിനിടയ്ക്ക് ഇവിടെ ഈ ചാർജിങ് പോയിന്റ്, ഇതാണ് വയർലെസ് ചാർജിങ് പോയിന്റ്. അവിടെ ഒരു മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലും ഒരു ബ്ലൂ ലൈൻസ് വന്നിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ളത്. ഈ വാഹനത്തിന് 3 മോഡുകളാണുള്ളത്. ഈക്കോ, നോർമൽ, സ്പോർട്സ്. അതിൻ്റെ കൺട്രോളുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സ്വിച്ചുകളൊക്കെയാണ്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട്. ഇതിലെ സെൻട്രൽ കൺസോളിൻ്റെ ഈ ഒരു ഭാഗം ഇവിടെ ഇറങ്ങി ഇങ്ങനെ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അത് ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. വളരെ ഭംഗിയായിട്ടുണ്ട് അത്. ഇവിടെ വലിയൊരു ഗ്ലൗ ബോക്സ് വന്നിട്ടുണ്ട്. കൂൾ ഗ്ലൗ ബോക്സ് ഒന്നുമല്ല, അത്യാവശ്യം ഒരു ഡീപ്പായിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ്. പിന്നെ ഇവിടെ ഒരു NFC എന്ന് പറഞ്ഞൊരു വൈഫൈയുടെ ഒക്കെ സിഗ്നലുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊരു കാർഡ് തരും. ആ കാർഡ്, അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ചാവി വേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നമ്മൾ ചാവി മറന്നു പോയാലും നമുക്ക് ഈ വാഹനം ഉപയോഗിക്കാം. ആ മൊബൈൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വാഹനം കൂളായിട്ട് ഓടിച്ചുകൊണ്ട് പോകാമെന്നാണ്. അതിൻ്റെ ഒരു ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഈ NFC എന്നുള്ള സംഭവം. ഇവിടെ ഓട്ടോ ഡിമ്മിങ് മിറർ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഇൻറ്റീരിയർ ലൈറ്റിംഗ് വന്നിട്ടുണ്ട്. ഇവിടെ മൈക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ റൂഫ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ആണ്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അതൊരു ചെറിയൊരു ഗ്രേ ഫിനിഷിലാണ് നിൽക്കുന്നത്. സൺലൈറ്റ് ഒന്നും ഉള്ളിലേക്ക് വരാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സീറ്റാണിത്. വളരെ തൈ സപ്പോർട്ടും ബാക്ക് സപ്പോർട്ടും ഒക്കെ ഉള്ള കംഫർട്ടായിട്ടുള്ള ബാക്ക് സീറ്റാണ്. നല്ല സ്പേസ് ഉണ്ട് ബാക്ക് സീറ്റിൽ. അതുപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ തീം വളരെ ഭംഗിയായിട്ടുണ്ട്. ബ്ലാക്ക് ഒരു ഗ്രേ ഷെയ്ഡിലായതുകൊണ്ട് നല്ല ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. ഇങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ മുൻവശത്തെ ഡോർ പാഡ് വരുന്നത്. ഇതും ഒരു ഡ്യുവൽ ടോണിലാണ്, ബ്ലാക്ക് ഗ്രേ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. വളരെ ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഇവിടെ ചെറിയൊരു സ്പേസേ ഉള്ളൂ, ബോട്ടിൽ ഹോൾഡർ ഇതൊക്കെ. അതിനിവിടെ ഒരു കാറിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ളൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ പവർ വിൻഡോ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ബാക്ക് ഡോറും ഒരു ഡ്യുവൽ ടോൺ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ കുറഞ്ഞ സ്പേസേ ഉള്ളൂ. ഒരു ചെറിയ വാട്ടർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാം. പിന്നെ സ്പീക്കർ വന്നിട്ടുണ്ട്, പവർ വിൻഡോയുടെ കൺട്രോൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് നിറത്തിലുള്ള ഡോർ ഹാൻഡിൽ. വിശാലമായിട്ടുള്ളൊരു ബാക്ക് സീറ്റാണ് ഇതിന്. വളരെ തൈ സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ടൊക്കെ ഉള്ളതാണ്. അതുപോലെ ലെഗ് റൂമും അത്യാവശ്യമുണ്ട്. സെൻറ്ററിലൊരു ടണല് കാര്യങ്ങളൊന്നുമില്ല. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അതുകൊണ്ട് 3 പേർക്ക് വളരെ ഈസി ആയിട്ട്, അത്യാവശ്യം തടിയുള്ള ആളുകളാണെങ്കിൽ 3 പേർക്ക് വളരെ കൂളായിട്ടിരിക്കാം. ഇവിടെ പുറകിൽ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള AC-യുടെ വെൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. താഴെ ഇവിടെ ചാർജിങ് പോയിന്റ് വന്നിട്ടുണ്ട്. അതൊരു ക്ലോസ് ചെയ്തിട്ട് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1 ടൈം ടച്ച്, അത് ഓപ്പൺ ആയിട്ട് വരും. പിന്നെ ഇവിടെ ഒരു ആംറസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡേഴ്സും വന്നിട്ടുണ്ട്. ഫോൾഡബിൾ ആംറസ്റ്റ് ആണ്. ഈ വാഹനത്തിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് 2 രീതിയിലാണ്. ഒന്ന് നമുക്ക് റിമോട്ടിൽ എല്ലാ വാഹനം ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഈ ബൂട്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ആണ്. അതുപോലെ നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്യാൻ ഇവിടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബൂട്ടാണ്. അതുപോലെ തന്നെ ഈ ബമ്പറിൻ്റെ മുകളിലായിട്ട്, ഈ റിവേഴ്സ് ക്യാമറയുടെ മുകളിലായിട്ട് ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഈ സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് ബൂട്ട് ഓപ്പൺ ആക്കാൻ പറ്റും. 2 രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് നമുക്ക് തുറക്കാൻ പറ്റുന്നത്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഈ വാഹനത്തിൻ്റെ ഫുൾ ഓപ്ഷൻ മോഡലാണ് ഇത്. BYD സീൽ എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര് വരുന്നത്. ഈ വാഹനത്തിന് സൗദി അറേബ്യയിലെ പ്രൈസ് വരുന്നത് 1,94,000 റിയാലാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത്. വളരെ ഭംഗിയുള്ളൊരു ഡിസൈനും ഒറ്റ ചാർജിങ്ങിൽ 520 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അത് BYD മോട്ടോഴ്സിൻ്റെ കാര്യത്തിൽ തീർത്തും ശരിയാണ്. നമ്മുടെ ഇന്ത്യയിലുണ്ട് BYD മോട്ടോഴ്സ്. വളരെ നല്ലൊരു ഡിസൈനാണ് ഈ വാഹനം. ഇത്രയൊക്കെയാണ് ഈ BYD മോട്ടോഴ്സിൻ്റെ സീൽ എന്ന വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.